വൈകുന്നേരം ആയപ്പോഴത്തേക്കും യുവക്കുട്ടിക്കും പൊന്നുസിനും ബോറടിക്കണമെന്ന് പറഞ്ഞു. ഭാഗ്യത്തിന് എന്നെ കടയിൽ കൂട്ടിക്കൊണ്ടുപോയില്ല, മുറ്റത്ത് ഇറങ്ങി നടക്കാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മുറ്റത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കോ കാലെടുത്ത് കുത്താൻ സ്ഥലമില്ലാത്ത വിധം പശു ചാണകം ഇട്ട് വെച്ചേക്കണു. അപ്പോൾ എവിടെ നോക്കിയാലും ചാണകം. ഇതൊക്കെ കണ്ടോ ഗൈസ്, ഇവിടെ ചാണാൻ, പിന്നെ ദിവിടെ ചാണാൻ, പിന്നെ ഇതിൻ്റെ ദപ്പുറം നോക്ക്, അതവിടെ ചാണാൻ, പിന്നെ അതിൻ്റെ അപ്പുറത്തും ചാണകം. അറ്റം വരെ ഉണ്ട്, കയറ്റം വരെ ഉണ്ട്, ആരും പേടിക്കണ്ട. അപ്പോൾ എന്ത് ചെയ്യാനാണ്, കയറ്റം അവർ കയറി ഓടി നടക്കുകയാണ്. ഓട്ട മത്സരമായിരുന്നു പിന്നെ കുറച്ച് നേരത്തേക്ക്. കാര്യം ശരിയാണ്, വെക്കേഷനൊക്കെയാണ്, പക്ഷെ ഒരൊറ്റ പിള്ളേരില്ല ഇവരുടെ പ്രായത്തിന് പറ്റിയ ആരുമില്ല, തൊട്ടപ്പുറം ഇപ്പുറം ഒന്നും ആരുമില്ല കളിക്കാനായിട്ട്. അതാണൊരു സങ്കടം. അപ്പോൾ അവർക്ക് ഞാൻ മാത്രമേ ഉള്ളൂ, എനിക്ക് അവർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർ പറഞ്ഞാൽ പിന്നെ കേൾക്കണ്ടേ, കടയിലോട്ട് വിളിച്ചാൽ കടയിലോട്ട് പോകണം, അല്ലെങ്കിൽ മുറ്റത്തോട്ട് വിളിച്ചാലും മുറ്റത്തോട്ടും പോകേണ്ടി വരും. ഇപ്പോൾ സ്റ്റെപ്പ് കയറി പൊക്കത്തോട്ട് കയറാൻ പോവാണ് ഗൈസ്. പക്ഷെ പൊക്കത്ത് കയറില്ല, സ്റ്റെപ്പ് വരെ ഒന്ന് കയറിയിട്ട് ഇറങ്ങാനാണ്. കയറിക്കോട്ടേന്ന് വെച്ചു. മൂത്താൾ കയറി ഇറങ്ങുന്നുണ്ട്, ഇളയാൾക്ക് പേടിയായി. അപ്പോൾ ഞാൻ ഹെൽപ്പ് ചെയ്ത് കൈ പിടിച്ച് ഞാൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. വെറുതെ പേടിപ്പിക്കണ്ടല്ലോ എന്ന് ഓർത്തു. അവർ തന്നെ കയറണതാണ്. അപ്പോൾ അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ്, പക്ഷെ പേടിയുമാണ്. കയറി കഴിയുമ്പോഴാണ് പേടി. അപ്പോൾ ഞാൻ അങ്ങനെ കൈ കൊടുത്ത് ഹെൽപ്പൊക്കെ ചെയ്തു. പിന്നെ മൂത്ത ആൾക്ക് ഇറങ്ങാനായിട്ട് അതിനേക്കാളും പേടിയാണ്. ഇതാ വിറച്ചാണ് ഇറങ്ങണത്. ഇത് കണ്ടോ എല്ലാ ആവശ്യമുണ്ടോ. അങ്ങനെ അവളും ഇറങ്ങി. കുറേ നാൾ കൂടിയിട്ട് ഒന്ന് സ്റ്റെപ്പൊന്ന് കയറി ഇറങ്ങണത്. തുണി വിരിക്കാനൊക്കെ പോകുമ്പോൾ പറയും അവൾ, അമ്മയൊന്ന് കൊണ്ടുപോകും. പക്ഷെ ഞാൻ കൊണ്ടുപോകാറൊന്നുമില്ലായിരുന്നു. അപ്പോൾ ചേച്ചിക്ക് ഇറങ്ങാൻ പേടിയുള്ളത് കൊണ്ട് പൊന്നൂസ് കൈ കാട്ടി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ചേച്ചി പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും ഇറങ്ങി ഗൈസ്. അവരുടെ വിനോദം ഇതൊക്കെയാണ്. അപ്പോൾ അങ്ങോട്ടൊക്കെ പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുകയാണ് രണ്ടുപേരും. എവിടെ നോക്കിയാലും ചാണണം, അതുകൊണ്ട് ഇങ്ങനെ ബ്രേക്കൊക്കെ ഇട്ടിട്ട് വേണം നമ്മൾ അടുത്ത കാലെടുത്ത് വെക്കണമെങ്കിൽ. പിന്നെ അങ്ങനെ കുറച്ച് നേരം ഞങ്ങളങ്ങനെ പുറത്തൊക്കെ നിന്നിട്ട് അകത്തോട്ട് കയറി. കാരണം ഇടി കുടുങ്ങി ഒടുക്കത്തെ മഴയും തുടങ്ങിയായിരുന്നു. ഇതിപ്പോൾ ഒന്ന് മഴ കുറഞ്ഞതാണ്. ഇത് കണ്ടോ, എന്നാലും പൊടിയണയൊക്കെ ഉണ്ട്, പെയ്യണയൊക്കെ ഉണ്ട്. ഇടിവെക്ക് കുടുങ്ങണുണ്ടായിരുന്നു, അത് കേട്ടപ്പോൾ അകത്തോട്ട് വന്നതാണ്. പിന്നെ വൈകുന്നേരത്തെ സ്പെഷ്യലും കൂടി കാട്ടിയേക്കാമെന്ന് വിചാരിച്ചു നിങ്ങൾക്ക്. എന്താണ് വൈകുന്നേരത്തെ സ്പെഷ്യൽ നിങ്ങൾക്ക് കാണണ്ടേ? ഈ മഴയുള്ള സമയത്ത് ആരും കഴിക്കണം എന്ന് ആഗ്രഹിക്കില്ല, പക്ഷേ ഉള്ളതല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. ഇതാ നോക്കൂ, നല്ല ചക്കപ്പഴം കിട്ടിയിട്ടുണ്ട് ഗായ്സ്, കണ്ടോ. അപ്പോൾ വൈകുന്നേരത്തേക്ക് ഇന്ന് ചക്കപ്പഴമാണ്. അപ്പോൾ നല്ല വരിക്ക ചക്കയാണ്, നല്ല ടേസ്റ്റാണ്, നല്ല മധുരമാണ്. അപ്പോൾ ഇത് ചക്കയാണ് വൈകുന്നേരത്തെ കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് വൈകുന്നേരം കഴിക്കാനൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഞങ്ങൾക്കിതാണ് നല്ല അടിപൊളി വരിക്ക ചക്കയാണ് ഗൈസ്. അപ്പോൾ ഇവിടെ കറണ്ട് പോക്കും ഫോണിൽ ചാർജൊന്നുമില്ല ഗൈസ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ പുതിയ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ. അവിടെയൊക്കെ മഴയൊക്കെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ ചായക്ക് എന്താ സ്നാക്കൊന്നും കൂടി കമൻറ്റ് ചെയ്തേക്കൂ, വായിക്കാനാ.